എടാ വിനോദേ, പഴയ കാര്യങ്ങൾ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നത് ബുദ്ധിയല്ല. ഇതുവരെ ഞാൻ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ താളം പോലും തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. എന്ത് ലക്ഷ്യമെന്നാണ് നീ പറയുന്നത്? എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞ് മഞ്ഞ് നടക്കുന്നില്ല. അവൾ അവസാനിപ്പിച്ചേ ഞാൻ അവിടുന്ന് പോകും. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അവളുടെ കയ്യിലൊരുത്തൻ സ്പർശിച്ചതിനാടാ ഞാൻ ജയിലിൽ പോയത്. കയ്യിൽ സ്പർശിച്ചതിനോ? വാസ്തവത്തിൽ അന്ന് എന്താടാ ഉണ്ടായത്? എന്റെ സ്വപ്നവും സ്വർഗവും എല്ലാം അവളായിരുന്നടാ. അവൾ മാത്രം. ഈ ആണുങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുത്തശ്ശി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെന്തിനാ വിശ്വസിച്ചത്? അച്ഛനോട് എന്നാ വിനു സംസാരിക്കുന്നത്? അത് പറ. എന്റെ അമ്മ ഒന്നിങ്ങ് വന്നോട്ടെ കൊച്ചേ. എനിക്ക് ആ പേടിയാവുന്നു. താൻ എന്തിനാണോ പേടിക്കുന്നത്? ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതല് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. പിന്നെന്താ? ഞാൻ പോകുന്നു. വാ, വീട്ടിലേക്ക് വാ, ആരുമില്ല. അയ്യടാ. എടി അതും ഒരിക്കടി. നിനക്കൊക്കെ എന്താ ഇവിടെ പുറത്തു കാര്യം? അവരെന്നെ കണ്ടങ്ങ് നിന്നതല്ലേ. അച്ഛനില്ലാത്തപ്പോ ഇവിടെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെന്താ ശ്രീദേവി അങ്ങനെ പറഞ്ഞത്? അച്ഛനില്ലാത്തപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അച്ഛനില്ലാത്തപ്പോ എന്ത് സംസാരിക്കാനാ? ഞാനിവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. നിങ്ങൾ 3 പേരുണ്ടല്ലോ, മൊത്തമായിട്ട് എന്താണെന്ന് വെച്ചാ ഇറങ്ങൂടെ പുറത്ത്. എന്നെ വഞ്ചിച്ചവളെ കൊന്നുവന്ന ആത്മശാന്തിയോടെ ഞാൻ ജയിലിലേക്ക് മടങ്ങും. വിനോദ്, വേണ്ട, ഇതെന്റെ പ്രതിജ്ഞയാ. ഞാനത് നിറവേറ്റും. വൃദ്ധനായ ആ മനുഷ്യനെങ്കിലും അവളുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്തേ. ആരെ അറിയിക്കാൻ നടക്കായിരുന്നു ഡോക്ടർ? അതിന് ഇയാൾക്ക് എന്ത് അസുഖമാണെന്നാണ് മിസ്റ്റർ വർമ്മ പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോക്ടർ. ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാൻ. 2-3 ദിവസമായി പുള്ളിക്കാരത്തേക്ക് വലിയ ചേഞ്ചാ. അതെ, കൂടുതൽ ശ്രദ്ധിക്കുന്നുകൊണ്ടുള്ള തോന്നലാ. വേണ്ട, ഞാൻ എടുക്കാം. ഹലോ, ഞാൻ വിനോദാണ്. വിനോദ്, ദിസ് ഈസ് 6164. നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ആരാ? ഏതോ ഒരു വിനോദ്. റോങ് നമ്പറാ. എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. മോളെ കോൺവെന്റ് ഡ്രോപ്പ് ചെയ്യേണ്ടതാ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ശ്രീദേവി, ആളുകളെ ചുമ്മാ പേടിപ്പിക്കരുത്. വേഗം വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വരണ്ടു പോയി. ഐ എം ഓൾറൈറ്റ് ഡോക്ടർ. വരട്ടെ. ഹലോ, റോങ് നമ്പർ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടു.
ഞാൻ വിനോദാണ്. സാറും കൊച്ചമ്മയും കൂടെ പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? ഞാനിവിടെ നിക്കുന്നതാ. എന്നാ നിന്റെ കൊച്ചമ്മയോട് പറഞ്ഞേക്ക് വിനോദ് ഫോൺ ചെയ്തെന്ന്. പറയാം. തീർന്നില്ല. നാളെ ഡിസംബർ 31 എന്റെയും നിന്റെ കൊച്ചമ്മയുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസം, ഞാൻ ജയിലിൽ പോയ ദിവസം. രാത്രി 12 മണിക്ക് നിന്റെ കൊച്ചമ്മയെ കാണാൻ ഞാൻ വരും. സൗര്യപ്പെട്ട ഭർത്താവിനെ ഉറക്കി കിടത്താൻ പറ. ഭർത്താവുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, ഞാൻ വരും. ഈ കൊച്ചമ്മേ, ഇനി സാരി റിസീവറിൽ നിന്ന് മാറ്റിക്കോ. എന്റെ കയ്യിൽ നിന്ന് ഒരു കാലത്ത് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. വല്ലാതെ വേർത്തല്ലോ. കിച്ചണിലാരുമില്ലേ? ശോഭ പുറത്തു പോയിരിക്കുക. അപ്പോ ഞാൻ ഇനി മറ്റന്നാളെ വരും. ഓക്കെ. വീട്ടിലെല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. ശരി സാർ. എന്തൊരു കുളിരപ്പോ. ആഹാര സാധനങ്ങളെല്ലാം എടുത്തു വെച്ചല്ലോ. ഒരൈറ്റം ദേ വരുന്നു. ശോഭേ, ശ്രീദേവി വിളിക്ക്. ഇനി ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. നിങ്ങളും വല്ലതും കഴിച്ചിട്ട് കിടന്നു. കൊച്ചമ്മേ, മോലാലി വിളിക്കുന്നു. അല്ല, ഞാനൊന്ന് പുറത്തോട്ട്. പൊയ്ക്കോ. നേരം വെളുക്കുമ്പോ ഇങ്ങ് എത്തണം. ശോഭ എന്നാ പോയിക്കോ. ശരി. കൊച്ചമ്മ, ഞാൻ ഒന്ന്. ശ്രീദേവി, ഡോക്ടർക്ക് ഫോൺ ചെയ്തോ? ഉവ്വ്. പന്ത്രണ്ട് മണി ആകാറായല്ലോ. ഡോക്ടർ എന്താ ലേറ്റ് ആകുന്നത്? അത് ഡോക്ടർ എന്താ ലേറ്റ് ആവുന്നത്? എത്ര നേരമായി ഡോക്ടർ കാത്തിരിക്കുന്നു? എല്ലാം റെഡിയാണല്ലോ. ശ്രീദേവി എവിടെ? ശ്രീദേവി ഇന്നൊരു പെർമിഷൻ തന്നിരിക്കുക, ഒരല്പം. ദാറ്റ്സ് ഗുഡ്. ഫെസ്റ്റിവൽ ഒക്കെ ആകുമ്പോ ഒരല്പം ആകാം. അതിനെന്താ, അങ്ങനെ ആയിക്കോട്ടെ. ശ്രീദേവി പേടിക്കൊന്നും വേണ്ട. ഞാൻ വെയിറ്റ് ചെയ്യണോ സാർ? വേണ്ട, ഞാൻ തിരിച്ചു വരുമെന്നറിയില്ല.
ന്യൂ ഇയർ. Cheers.